ഹായ് ഫ്രണ്ട്സ്. നമ്മൾ മാത്തൂർ തൊട്ടിപ്പാലത്ത് നിന്നുള്ള നേരെ വന്നത് മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. വന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ പൊങ്കാലയെല്ലാം അർപ്പിക്കാനുള്ള സാധനങ്ങൾ വിൽക്കുന്നൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ പൊങ്കാലയ്ക്ക് ആവശ്യമായ കലം, അങ്ങനെ എല്ലാ സാധനങ്ങളും ആ ഒരു ഷോപ്പിലുണ്ട്. അവിടെ നിന്ന് വാങ്ങിയിട്ട് വേണം നമുക്ക് തൊട്ടടുത്ത ആ പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോകാനുള്ളത്. അതും ഇതിൽ കൂടെ ചേർന്നാണ് ഇരിക്കുന്നത്. നമുക്കതൊക്കെ കാണാം. ഇതാണ് കേട്ടോ പൊങ്കാല ഇടുന്ന ആ ഒരു സ്ഥലം. ഇതൊരു വലിയ ഷെഡാണ് കേട്ടോ. കാരണം വെയിലൊന്നും ഏൽക്കത്തില്ല. മൊത്തം ഷീറ്റെല്ലാം ഉപയോഗിച്ചൊരു ഷെഡാണ്. പക്ഷെ ഇവിടെ അടുപ്പുകളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിലാണ് പൊങ്കാല ഇടുന്നത് ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഞങ്ങൾ വന്ന ദിവസം പൊതുവെ തിരക്ക് കുറവായിരുന്നു. അതോ ഇനി നേരത്തെ ആളുകൾ പൊങ്കാല ഇട്ടിട്ട് പോയോ എന്നറിയത്തില്ല. ഇവിടെ ഒരു 5-6 പേര് മാത്രമേ ഞങ്ങൾ ഈ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല വലിയൊരു ഷെഡാണ് കേട്ടോ. അതിൽ വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാം ആ ഷെഡിലുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് ആ കോവിലിലേക്കായിരുന്നു. കോവിൽ നമുക്ക് ശ്രീകോവിലൊന്നും എടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല. കോവിലിൻ്റെ പുറകുവശവും ആ സൈഡ് വശവും ഒക്കെ ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ ഈ കോവിലിന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ കോവിലിലെ പൂജയ്ക്ക് ആവശ്യമായ പൂക്കളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. കാരണം റോസാപ്പൂ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹാരങ്ങളും അവിടെ നേർച്ചയ്ക്കായിട്ടുള്ള സാധനങ്ങളും ഇതെല്ലാം വിൽക്കുന്ന ഷോപ്പുകളാണ് ഈ ക്ഷേത്ര പരിസരത്ത് ഉള്ളത് ഒരു സൈഡിൽ. ക്ഷേത്ര പരിസരത്ത് പിന്നെ നമ്മൾ കാണുന്നത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ. അവിടെ ഒരുപാടെന്ന് വെച്ചാൽ ഒരു 4-5ഓളം ഷോപ്പുകൾ അവിടെ ഉണ്ട്. നമ്മൾ അതിലൊരു കടയ്ക്കകത്ത് കയറി നോക്കിയായിരുന്നു ആ ഷോപ്പ്. ഒരുപാട് 5 രൂപ മുതലുള്ള സാധനങ്ങൾ അവിടെ അവർ സെയിൽ നടത്തുന്നുണ്ട്. കാരണം പല വെറൈറ്റിയുള്ള, കാരണം കുട്ടികൾക്ക് വളരെ ആകർഷകമായ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ കളിപ്പാട്ടങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കഴിഞ്ഞാൽ
പിന്നെ അവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട കടകളാണ് ഈ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന മധുര പലഹാരങ്ങൾ. അത് ഒരുപാട് ഷോപ്പ് അവിടെ ഉണ്ട് ഈ മധുര പലഹാരങ്ങളെല്ലാം വിൽക്കുന്നത്. അതായത് പൊരി, പിന്നെ പേരത്തമ്പഴം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവർ സെയിൽ നടത്തുന്നുണ്ട്. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ക്ഷേത്ര പരിസരത്ത് നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ആ മണ്ടയ്ക്കാട് കടപ്പുറത്തേക്കായിരുന്നു. ഇത് ഈ ക്ഷേത്രത്തിന് പുറകുവശത്താണ് ഈ കടപ്പുറം വരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.